പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് പല ബാഡ് ഹാബിറ്റ്സും ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നു. അതുപോലെ ഗുഡ് ഹാബിറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നിങ്ങളുടെ വിൽ പവറിന്റെ പ്രശ്നമാണ്, അത് നിങ്ങളുടെ പ്രശ്നമാണെന്നുള്ളതൊക്കെ. പക്ഷേ ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ കേസ് ദ പ്രോബ്ലം ഈസ് ഹൂ യു സ്പെൻഡ് യുവർ ടൈം വിത്ത്. ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഈവൻ നിങ്ങൾക്ക് ജെന്യുവൻലി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ദേ മേ ബി സൈലൻ്റ്ലി കില്ലിങ് യുവർ ഗ്രോത്ത്. ഇൻറ്റൻഷനലി ആയിരിക്കണം എന്നില്ല. ബട്ട് ഈവൻ ദോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഹാബിറ്റുകൾ, അവരുടെ എന്താ പറയുക മൈൻഡ് സെറ്റ്, അവരുടെ എനർജി നമ്മൾ പോലും അറിയാതെ, അവർ പോലും അറിയാതെ നമ്മളിതിലേക്ക് എന്ത് ചെയ്യും, ലീക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അണ്ടിൽ യു ഫിക്സ് ദിസ്, ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യാതെ നമ്മൾ വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോഴും അത് ഭയങ്കര രീതിയിൽ എന്താവും, നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സയൻസ് ഉപയോഗിച്ചിട്ട് അതുപോലെ എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് വിശദമാക്കി തരാം. ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്താ വെച്ചാൽ, യു ബിക്കം വാട്ട് യു സീ. നമ്മുടെ ഉള്ളിൽ ശരിയാണ് തോന്നുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് തോന്നുന്നതിനനുസരിച്ചാണ് നമ്മളെ ഹാബിറ്റ് വരുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. അതിൽ കൂടുതലും വരുന്നത് വാട്ട് യു സീ അറൗണ്ട് യു, ഹൂ യു സീ അറൗണ്ട് യു. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള എല്ലാ ആൾക്കാരും, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും ലേറ്റ് ആയിട്ട് വേക്കപ്പ് ചെയ്യണ പോലെയാണ്, ജങ്ക് ഫുഡ് ഈറ്റ് ചെയ്യുന്നത് ഒരു നോർമൽ സംഭവമായി കാണുന്ന പോലെയാണ്, എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുപോലെ എന്തെങ്കിലും ബോറടിച്ചുമ്പോഴൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവൻച്വലി യു വിൽ ആൾസോ ബിക്കം വൺ ഓഫ് ദം. ഇത് ഒഴിവാക്കുക എന്നുള്ളത്, ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് വിൽ പവർ അല്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അതിനെതിരെ പൊരുതുക അങ്ങനെയല്ല സംഭവം. ഇത് മിമിക്രിയാണ്, ഇത് സർവൈവലാണ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും ഒരു ട്രൈബിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഹാബിറ്റ്സ് നമ്മൾ മിമിക്ക് ചെയ്യും. അതെന്തിനാണ്? കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാട്ടിലാണ്, നമ്മളൊരു ട്രൈബിൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരെല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളാണ് ഹണ്ടിങ്, അങ്ങനത്തെ സംഭവങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഗ്യാദർ ചെയ്യാൻ പോകല്, അതായത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പറിക്കാൻ പോകല്, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ കൾച്ചറൽ ആക്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സംഭവം ഓരെല്ലാവരും ചെയ്യുമ്പോൾ അത് നമ്മൾ മാത്രം ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മൾ പൊതുവെ ട്രൈബിൽ നിന്ന് പുറത്താവുന്ന രീതിയിലൊരു പേടിയുണ്ട്. നമ്മൾ ട്രൈബായി നിൽക്കുമ്പോൾ നമ്മളെ സർവൈവലിൻ്റെ ചാൻസ് കൂടും ചെയ്യൂലേ. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു സിസ്റ്റം എപ്പോഴും മാറിയിട്ടില്ല. എങ്ങനെയാണോ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, മിമിക്ക് ചെയ്യാൻ ശ്രമിക്കും, അതിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് പുറത്ത് പോകാതെക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ സർവൈവൽ മെക്കാനിസം. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തണം. അതായത് ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ആൾക്കാർ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കളിയാക്കുന്ന ആൾക്കാരെ ഇടയിൽ പോയിട്ട് ജിമ്മ് പോവുക, ഡിസിപ്ലിനായിട്ട് നിൽക്കാൻ നോക്കുക, രാവിലെ നേരത്തെ നീക്കാൻ നോക്കുക, അങ്ങനത്തെ സംഭവം ചെയ്ത് നോക്കിയാണോ. എന്നും പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് നടക്കണമല്ലോ, ഇടയിൽ പോയിട്ട് ഹെൽത്തി ആയിട്ട് തിന്നാൻ ശ്രമിച്ചിരിക്കണം. നമ്മൾ അതിന് എപ്പോഴും ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര 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 കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച്, നമ്മൾ കാണുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇനി ആ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു ടെറിഫൈങ് ആയൊരു സംഭവമുണ്ട്. യുവർ ഫ്രണ്ട്സ് ഫ്രണ്ട്, നിങ്ങളെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് ക്യാൻ അഫക്റ്റ് യുവർ മെൻ്റൽ ഹെൽത്ത്. യെസ്, ഇറ്റ് ഈസ് ട്രൂ. സ്റ്റഡീസ് പറയുന്നുണ്ട്, അതായത് ഈ ആങ്സൈറ്റി, അതുപോലെ മടി, ലേസിനെസ്, അതുപോലെ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന, എപ്പോഴും ഒരു ഹാപ്പിനെസ് ഇല്ലാതെ നടക്കുന്ന, സാഡ്നെസ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ഒക്കെ ഇമോഷൻസ് ഉണ്ടല്ലോ, വൈറസ് പോലെ സ്പ്രെഡ് ചെയ്യും, ഒരാളിൽ നിന്ന് വേറെ ആൾക്ക്, വേറെ ആളിൽ നിന്ന് വേറെ ആൾക്ക്, ആ രീതിയിൽ. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ, ഞാൻ നോർമലി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ ഉള്ളവരൊപ്പം അല്ല സ്പെൻഡ് ചെയ്യുക. ഒന്ന് നോക്കി നോക്കി, നിങ്ങൾ കുറച്ച് നേരം എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്താണ്ട് ജീവിതത്തിൽ ഫുള്ള് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാം എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾ, ഒരു ഗോൾസുകളില്ലാതെ, അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ടയേർഡായിട്ടുള്ള ആൾക്കാർ, ടയേർഡ് എന്ന് പറയുന്നത് മെൻ്റലി ടയേർഡായിട്ട് ഇങ്ങനെ എപ്പോഴും ഫോണിൽ സ്ക്രോൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരൊപ്പം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കി, അതേപോലെ ചെയ്യാൻ തുടങ്ങും. നമ്മളും കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ആ ഒരു ഹാബിറ്റിലേക്ക് മാറുന്നുണ്ട്. ദ മൈൻഡ് ബിക്കം വാട്ട് ഇറ്റ് മോസ്റ്റ് എക്സ്പോസ്ഡ് ടു. ആ ഒരു ലാംഗ്വേജ്, മൂഡ്, കാര്യം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും പുതിയ രീതിയിലുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ, വർത്തമാനത്തിൽ, ടോക്കിങ്ങിൽ കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പുതിയൊരു വാക്കുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, പിന്നീട് നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഓരോ കാലത്ത് ഓരോ ട്രെൻഡുകൾ ഉണ്ടാവുമല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എപ്പോഴും ഒരു ആങ്സൈറ്റിയും അതേമാതിരി ലോസ്റ്റ് ആയൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇറ്റ് ഈസ് വർത്ത് കൺസിഡറിങ് വിത്ത് ഹൂം യു ആർ സ്പെൻഡിങ് യുവർ മോസ്റ്റ് വാല്യുബിൾ ടൈം. ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിസൈർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത സമയത്ത്, അങ്ങനത്തെ ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഐ വാച്ച് യൂട്യൂബ് വീഡിയോസ്. ഞാൻ അലോണായിട്ട് നിൽക്കും കൂടുതലും. യെസ്, സോഷ്യൽ സ്കിൽസ് കുറയും, ശരിയാണ്. ബട്ട് ഈവൻ ദോ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്പെൻഡിങ് യുവർ എനർജി വിത്ത് നെഗറ്റീവ് പീപ്പിൾ. കഴിയുന്നതും അലോണായിട്ട് നിൽക്കും, സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട്, സ്വന്തം കാര്യങ്ങൾ വേറെ ആരുടെയും മൈൻഡ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നടക്കും. ഇപ്പം ഞാൻ ഈവൻ എൻ്റെ വർക്ക് പ്ലേസിലാണെങ്കിലൊക്കെ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഇല്ല. കാരണം ഒരുവിധ ആൾക്കാരും ചിന്തിക്കുന്നത് പുറത്ത് പോകുന്ന ഫുഡ് കഴിക്കുന്ന സംഭവങ്ങൾ, പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ എന്താണ് ബർത്ത്ഡേ പാർട്ടി, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യാറും, ഒറ്റയ്ക്കായിരുന്നു നടക്കുക. എനിക്ക് അവിടെ ആകെ ഒരു ഫ്രണ്ടേ ഉള്ളൂ, അവനാണ് ഞാൻ പറയുന്നത് ആകെ മനസ്സിലാവണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് മൈൻഡിലാണ്. ഒരു 3 സംഭവങ്ങളുണ്ട്. അതായത് അവർ ക്ലോസസ്റ്റ്, അതുപോലെ ദ ക്ലോസസ്റ്റ്, ദ മെനി, ദ പവർഫുൾ. അങ്ങനെ 3 സംഭവം. ദ ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തുള്ള സർക്കിള്, ഫ്രണ്ട് സർക്കിള്, അതുപോലെ ഫാമിലി. അതുപോലെ ദ മെനി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനറലി അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ജസ്റ്റ് ക്ലോസ് ആൾക്കാരല്ല, നമ്മൾ വർക്ക് പ്ലേസിലുള്ള ആൾക്കാർ, നമ്മളെ ട്രൈബ് തന്നെ പറയാം, നമ്മളെ കൾച്ചർ അല്ലെങ്കിൽ നമ്മളെ ട്രൈബ്, ഇവർ. അതുപോലെ ദ മോസ്റ്റ് പവർഫുൾ, അല്ലെങ്കിൽ ഇത് പവർഫുൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരെപ്പോലെ ആവാനാണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആ ഒരു രീതിയിൽ ചില ആൾക്കാരെ കാണുമല്ലോ, നമ്മളൊരു റോൾ മോഡൽ എന്നൊക്കെയുള്ള രീതിയിൽ. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യും നമ്മൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ മാക്സിമം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസും എനിക്കിഷ്ടപ്പെട്ട റോൾ മോഡൽസിൻ്റെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്, ദ പവർഫുൾ, നമ്മൾ ആരെ പോലെയാണ് ആവാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവങ്ങൾ, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ കൂടുതൽ അബ്സോർബ് ചെയ്യും. ദ ക്ലോസസ്റ്റ് അല്ലെങ്കിൽ ദ കൾച്ചർ അല്ലെങ്കിൽ ട്രൈബ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ വർക്ക് പ്ലേസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ അലോണായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യും. യെസ്, ഇറ്റ് ഹെൽപ്പ്. നമുക്ക് ഇപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലുള്ള ഫ്രണ്ട്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതൊരു ഓപ്ഷനാണ്. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഹാബിറ്റ് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഹാബിറ്റ് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണോ നമ്മളെ കാണുന്നത്, നമ്മളെ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സർക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഫുള്ള് നമ്മളങ്ങനെ കളിയാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എടാ മടിയ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു തടിയ എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നമ്മളെ കളിയാക്കുന്നത്, നമ്മൾ അതേപോലെ ഇങ്ങനെ ആവാൻ ശ്രമിക്കും. നമ്മളെ ഗ്രൂപ്പ് നമുക്ക് എന്ത് റോളാണോ അസൈൻ ചെയ്ത് തന്നിരുന്നത്, ഇപ്പോൾ നമ്മളെ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അടിപൊളിയാട്ടോ, ഓന് എന്താണ് ഈ സംഭവത്തിൽ അടിപൊളിയാണോ, നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട്, ഓന് ഭയങ്കര സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഓൻ ജിമ്മിൽ ഇങ്ങനെയാണ്, അങ്ങനെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ നമ്മളെപ്പോഴും കളിയാക്കിയാണ് നമ്മളെ താത്തി കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഓലയാണ് നമ്മളെ സർക്കിളായിട്ട് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, അതൊരു ചിരിച്ച് തള്ളി നമ്മൾ ആ ഒരു റോൾ തന്നെ പ്ലേ ചെയ്യാൻ നോക്കും. അപ്പോൾ ആക്ച്വലി ഓല എങ്ങനെയാണോ നമ്മളെ കാണുന്നത് അതേപോലെ തന്നെയായി നമ്മളെ ഐഡൻറ്റിറ്റി. പക്ഷെ അതേ സമയം ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഗ്രേറ്റ്നെസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആവും, ഇൻസ്റ്റെഡ് ഓഫ് മറ്റൊരു കളിയാക്കിയാണ് നമ്മളെ പൊട്ടെന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾ അതിക്ക് താവണീന് പകരം ഗ്രേറ്റ്നെസ് ഒരു നോർമലായിട്ടുള്ള സംഭവം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് റൈസ് ചെയ്യും. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഒരു ഹെൽത്തി ആയിട്ട് നടക്കുന്ന ടീം, ഒരു 5 ആൾക്കാരുണ്ട് വിചാരിച്ചോ, ഒരു ജിമ്മ് പോലെ അവർക്ക് നോർമലാണ്, നല്ല ഫുഡ് കഴിക്കലവർക്ക് നോർമലാണ്, ഒരു ചീറ്റ് മീലും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അതായത് ഇപ്പോഴത്തെ ആൾക്കാരെ നോർമൽ മീൽസ് ഓരോ എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ്ങിൻ്റെ അടിക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഈ 5 ആളുടെ ഇടയിൽ നിങ്ങൾ കൂടി ചേർന്നു 6ാമത്തെ ഒരാൾ. അപ്പോൾ എന്തുണ്ടാവാൻ പോണ്, അവിടുത്തെ നോർമൽ ഹാബിറ്റ് എന്ന് പറയുന്നത് ജിമ്മ് പോലും ക്ലീൻ ഫുഡുകൾ കഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള, നമ്മുടെ പഴയ പോലെ ജങ്ക് ഫുഡ് ഈറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡിസൈഡ് ഹാബിറ്റ് നോർമലായി കാണുന്ന സർക്കിളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നോർമലാവും. നമ്മൾ എന്ത് ചെയ്യും, ആ ലെവലിലേക്ക് റൈസ് ചെയ്യും. ഇതെന്താ വെച്ചാൽ ഒരു പ്രഷറോ തരുന്ന പ്രഷറോ കാര്യങ്ങളോ അല്ല, അവിടെ നമ്മൾ ബിലോങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലെ നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല നമ്മൾ മിമിക് ചെയ്യുന്നുള്ള കാര്യം, അത് ഇവിടെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങളെ സർക്കിൾ നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. അതായത് നമ്മളെ ഡ്രെയിൻ ചെയ്യാണോ
അതോ നമ്മളെ ചാർജ് ചെയ്യാണോ കൂടുതൽ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളെ തെറ്റുകളിലേക്ക് പോകാൻ അയക്കാതെ നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ട് വെക്കുന്നുണ്ടോ, അതോ ആർ ദേ ഹോൾഡിങ് അസ് ബാക്ക്? ഒരു നമ്മളെ വേസ്റ്റ്, അതായത് എന്താ പറയുക, നമ്മളെ വേസ്റ്റ് സെൽഫിനെ എപ്പോഴെപ്പോഴും റിമൈൻഡ് ചെയ്യാണോ, അതോ നമ്മളെ പൊട്ടൻഷ്യലിനെ എപ്പോഴും കാണിച്ചു തരുന്ന ആൾക്കാരാണോ? ഈ സംഭവങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് നമ്മളൊപ്പമുള്ള ആൾക്കാരെ, എന്നിട്ടൊന്ന് ചിന്തിക്കുക, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഔട്ട്കം വരുന്നത് എന്നുള്ളത്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓരെ നന്നാക്കാൻ ശ്രമിക്കാതെ, നമ്മളെ ഫ്രണ്ട്സിനെയും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ എന്ത് ചെയ്യുക, പതുക്കെ നല്ല ക്യാരക്ടറിസ്റ്റിക് ഉള്ള ആൾക്കാരെ ഇടയ്ക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, ഇവരായിട്ടുള്ള അസോസിയേഷൻസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും, നമ്മളെ വിട്ടു പോകും. ഫൈൻഡ് എ സർക്കിൾ ദാറ്റ് മാച്ചസ് യുവർ ഫ്യൂച്ചർ. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, എൻ്റെ കഥയിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ ഞാൻ ഫൈൻഡ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതിൻ്റെ ശേഷം, ഇതുപോലുള്ള നമ്മളെ എടുത്തൊക്കെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല, ഇതുപോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഫിറ്റ്നസ്സും അതുപോലുള്ള ഈറ്റിംഗ് ക്ലീൻ അതുപോലുള്ള സംഭവങ്ങൾ, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നോർമലായി കാണുന്ന ആൾക്കാർ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് വരുന്നുണ്ട്. നൗ ഐ എം ബിൽഡിങ് എ ഗുഡ് സർക്കിൾ നൗ ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഓൾവേസ് പുഷ് യു ഓഫ് ദ ലിമിറ്റ്സ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു എന്ന് പറയുന്നത് തന്നെയാണ് യുവർ ഡിസൈഡ് ക്യാരക്ടർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, അത് നോർമലായി കാണുന്ന ആൾക്കാർ, നിങ്ങൾ ഏത് ഹാബിറ്റാണോ ബ്രേക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്, അത് ബാഡ് ക്യാരക്ടറായി കാണുന്ന, ബാഡ് ഹാബിറ്റായി കാണുന്ന ഒരു സർക്കിൾ എന്തായാലും ഉണ്ടാവും, കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യുക. ഈവൻ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, കമ്മ്യൂണിറ്റീസിൽ നിന്നായിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ ഫ്രണ്ട്സിനെ ഒരു അസോസിയേറ്റ് ചെയ്യാം. ഇതാകെ 2 റൂളുള്ളൂ, എയ്തർ ദേ ബിൽഡ് യു ഓർ ദേ ബ്രേക്ക് യു. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി അലോൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ ദാൻ ഇൻ എ ബാഡ് കമ്പനി. അപ്പോൾ അങ്ങനെ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് യൂട്യൂബ്. എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നോർമലി എന്ത് ചെയ്യും, ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക്സ് നല്ല നല്ല സംഭവങ്ങളാവുമ്പോൾ ആ ഒരു സിനിമക്ക് പോലും അതുപോലെ ചീത്ത ഹാബിറ്റ്സിനും ആ ഒരു ആൾക്കാരൊപ്പം നമ്മൾ കൂടെ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഓരോ ഒഴിഞ്ഞു പോകും. നല്ല ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യും. പലപ്പോഴും നമുക്ക് നമ്മളെ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനും അതുപോലെ പുതിയ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്താ വെച്ചാൽ, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടോ വിൽ പവർ ഇല്ലാത്തതുകൊണ്ടോ എന്നല്ല, നമ്മുടെ എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. ബ്രെയിനിന് എപ്പോഴും വേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റിനും എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെ പോകാനൊരു ആഗ്രഹം ഉണ്ടാവും, ബിലോങ് ചെയ്യാനുള്ള ഒരു സർവൈവൽ മെക്കാനിസം ആയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരൊപ്പം ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ അത് മിമിക് ചെയ്യാൻ തുടങ്ങും, നമ്മളെ ലെവൽ കൂടാൻ തുടങ്ങും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. നിങ്ങളെ ലൈഫ് ആകെ മെസ്ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ സർക്കിൾ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ആണോ ഏതാണ് നോക്കുക. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മെല്ലെ മാറി നിൽക്കുക, അത് പുതിയൊരു സർക്കിൾ ബിൽഡ് ചെയ്യുക. യെസ്, ഇറ്റ് ഈസ് നോട്ട് ഈസി, യു ഹാവ് ടു പുട്ട് ദ എഫേർട്ട്. ഏത് കാര്യമുണ്ടെങ്കിലും അങ്ങനെ തന്നെ അല്ല, നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. നമ്മളെ പാസ്റ്റ് സെൽഫിനെ അല്ലെങ്കിൽ നമ്മളെ വേസ്റ്റ് സെൽഫിനെ റിമൈൻഡ് ചെയ്യുന്ന ആൾക്കാരൊപ്പം അല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മളെ ബെസ്റ്റ് സെൽഫിനെ പുറത്ത് കൊണ്ടുവരുന്ന ആൾക്കാരൊപ്പമാണ്. ബിക്കോസ് ദ ട്രൂത്ത് ഈസ്, the fastest way to level up your life is to stop hanging out with the people who are staying the same. Thank you. See you in the next video.